രാവിലെ സമയത്ത് അല്പസമയത്ത് ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് എബ്രായ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കാം. ആമേൻ. മതി. ആമേൻ. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവേ. ആമേൻ. ഇന്ന് രാവിലെ സമയം നമുക്കൊരു പ്രാവശ്യം കൂടെ നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ഒന്ന് നോക്കാം. അവൻ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. അവനെ ഉള്ളവണ്ണം അറിയുവാനോ അതിൻ്റെ ആഴം ഗ്രഹിക്കുവാനോ നമ്മുടെ മാനുഷിക ബുദ്ധി അപ്രമേയമാണ്. എന്നാൽ നമുക്ക് അവനെ മനസ്സിലാക്കുവാനും അറിയുവാനും കഴിയുന്ന നിലവാരത്തിൽ അവനെ അറിയുവാനും ആരാധിക്കുവാനും ഇന്ന് രാവിലെ സമയം നമ്മുടെ ജീവിതത്തെ നമുക്കൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. ഗോത്രപിതാവായ അബ്രഹാം കൂടെയും അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ 10-1 കൊടുത്തുവല്ലോ. വലിയവനായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 41-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: അവൻ യോനയേക്കാൾ വലിയവൻ. ഹല്ലേലൂയ. അതേ അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്ന മറ്റൊരു ഭാഗം ഇതാണ്: അവൻ ദേവാലയത്തെക്കാൾ വലിയവൻ. ഹല്ലേലൂയ. സർവ സൃഷ്ടികളെക്കാളും സർവ ചരാചരങ്ങളെക്കാളും വലിയവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്. അവൻ ശലോമോനേക്കാൾ വലിയവൻ. 1-2 കാര്യങ്ങൾ ഇത് രാവിലെ സമയം നമുക്ക് ചിന്തിക്കാം. ഒന്ന് വായിച്ചാട്ട് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 41-ാം വാക്യം. ആമേൻ. ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനയിലും വലിയവൻ. ഇതാ ഇവിടെ യോനയിലും വലിയവൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പ്രവാചക ശ്രേഷ്ഠന്മാരിൽ ഒരുവനായിരുന്ന യോനയേക്കാൾ വലിയവനായിരുന്നു എന്ന് മത്തായി ഇവിടെ രേഖപ്പെടുത്തുന്നു. എന്താ യോനയും യേശുവും തമ്മിൽ ഒരു താരതമ്യം നടത്തിയാലുള്ള വ്യത്യാസം എന്താ? 1,20,000-ത്തിലധികം ആളുകളാണ് യോനയുടെ പ്രസംഗത്തിൽ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെട്ടത്. എന്നാൽ യോനയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം നിങ്ങൾ വായിക്കേണ്ട. ആ വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യോന വിളിച്ചു പറഞ്ഞത് ന്യായവിധിയുടെ സന്ദേശമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് അവതരിച്ചത് അവൻ ന്യായവിധി പ്രസ്താവിക്കുവാനല്ല, മറിച്ച് സകല മനുഷ്യർക്കും വിടുതൽ പ്രഖ്യാപിക്കുവാനാണ് നമ്മുടെ കർത്താവ് അവതരിച്ചത്. ഇന്ന് വായിച്ച യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിച്ചേ. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. ഹല്ലേലൂയ. യോന ഒരു പ്രവാചകൻ എന്ന നിലയിൽ ലോകത്തോടുള്ള ന്യായവിധി വിളിച്ചു പറഞ്ഞെങ്കിൽ ഇവിടെ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നിൽക്കുന്നു. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. യേശു യോനയേക്കാൾ വലിയവനാണ്. എന്താണ് കാര്യം? അവനാണ് നമുക്ക് സ്വാതന്ത്ര്യം വിളംബരം ചെയ്തത്. അവനാണ് നമുക്ക് വേണ്ടി ചങ്കിലെ ചോര തന്ന് നമ്മെ വീണ്ടെടുത്തത്. അവന്റെ പ്രസംഗം, അവന്റെ സുവിശേഷം, അവന്റെ സന്ദേശം സ്നേഹത്തിന്റെ സന്ദേശമാണ്. നോക്കുക, യേശുവിനെ അവൻ യോനയേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. അതിന്റെ 42-ാം വാക്യം ഒന്ന് വായിച്ച മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 42-ാം വാക്യം. ആമേൻ. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ തലമുറയോട് ഒന്നിച്ചു ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. ആമേൻ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. ഹല്ലേലൂയ. ശലോമോൻ രാജാവ് ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും ശ്രേഷ്ഠരായ രാജാക്കന്മാരിൽ ഒരാളാണ്. വിവിധ കാര്യങ്ങളിൽ അവൻ വളരെ ശ്രേഷ്ഠനായിരുന്നു. ഒന്ന് വായിച്ചേ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 10-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 രാജാ 10:5. ഷേബ രാജ്ഞി കടന്നു വന്ന് അവന്റെ മേശയിലെ ഭക്ഷണവും അവന്റെ ഭൃത്യന്മാരുടെ ഇരിപ്പും അവന്റെ ശുശ്രൂഷകന്മാരുടെ നിലയും അവരുടെ ഉടുപ്പും അവന്റെ പാനപാത്രവാഹകന്മാരെയും യഹോവയുടെ ആലയത്തിലേക്കുള്ള അവന്റെ എഴുന്നള്ളത്തും കണ്ട് അമ്പരന്നു പോയി. നോക്കൂ, അക്ഷരീകമായി ഒരു രാജാവിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച്
അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശലോമോൻ രാജാവിന്റെ ജ്ഞാനത്തെക്കുറിച്ചും അവന്റെ പ്രതാപ ഐശ്വര്യങ്ങളെ കുറിച്ചും ശേബാരാജ്ഞി കേട്ടിട്ട് അത് അങ്ങനെ തന്നെയാണോ എന്നറിയുവാൻ അവൾ നേരിട്ട് കൊട്ടാരത്തിൽ എഴുന്നള്ളി വന്ന് ആ കാഴ്ച കണ്ടിട്ട് അവൾ അത്ഭുത സ്തബ്ധയായി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താ അവൾ പറഞ്ഞത്? നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, നേരിട്ട് വന്ന് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. അവന്റെ മേശയെങ്കിലെ ഭക്ഷണം, അവന്റെ ഭൃത്യന്മാരുടെ നിൽപ്പ്, അവരുടെ വസ്ത്രധാരണം, അവന്റെ കൊട്ടാരത്തിന്റെ എല്ലാവിധമായ സജ്ജീകരണങ്ങൾ എല്ലാം കണ്ടപ്പോൾ അവൾ അത്ഭുത പരതന്ത്രയായി തീർന്നുവെങ്കിൽ നമ്മുടെ കർത്താവ് ആരാണെന്നറിയാമോ? അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ ഹൃദയം എന്റെ കർത്താവിന്റെ മുമ്പിൽ എങ്ങനെയാണ്? കൈകളിൽ നീർത്തോട് കണക്കെയാണ്. ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവ് ചരിത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ രാജാക്കന്മാരിൽ ഒരാളായിരുന്നു. മഹദിയാം ബാബിലോൺ നിർമ്മിച്ചു കഴിഞ്ഞ് അവൻ തന്നെ ഇങ്ങനെ പറഞ്ഞു, നോക്കൂ, ഇതെല്ലാം എന്റെ കൈകൾ സൃഷ്ടിച്ചെടുത്ത മഹദിയാം ബാബിലോൺ അല്ലയോ? ദൈവം സ്വർഗത്തിൽ നിന്ന് ചെറിയൊരു ആജ്ഞ കൊടുത്തപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? രാജാക്കന്മാരുടെ ശ്രേഷ്ഠ ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ രാജാവ് ഒരു കാളയെ പോലെ കുനിഞ്ഞ് ഒരു മൃഗമായി തീർന്നു. രോമം അവന്റെ ശരീരത്ത് വളർന്ന് അവൻ കാട്ടിലേക്ക് പോയി മഞ്ഞും വെയിലും കൊണ്ട് കാട്ടിൽ ജീവിച്ചു 7 വർഷം. നോക്കൂ, ലോകത്തിലുള്ളതിനെ മുഴുവനും നിയന്ത്രിക്കുന്നത് ആരാണ്? സർവശക്തനായ ദൈവം, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്. അവൻ ശലോമോനേക്കാൾ തന്റെ പ്രതാപത്തിൽ വലിയവനാണ് എന്നാണ് വേദപുസ്തകം വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. മാത്രമല്ല, നമ്മുടെ കർത്താവിന്റെ സൃഷ്ടികളിൽ ഒന്നായിരിക്കുന്ന ഒരു താമരപ്പൂവ് ഈ താമരപ്പൂവിനോടൊപ്പം ശലോമോൻ തന്റെ സകല ശ്രേഷ്ഠതയിലും കാണുകയില്ല എന്നാണ് പറഞ്ഞത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിർമ്മിച്ച്, ചരങ്ങളെ മുഴുവൻ നിർമ്മിച്ച് അതിന് ഭംഗിയും ഐശ്വര്യവും ജീവനും നൽകി ഇതിനെ നിലനിർത്തിയിരിക്കുന്നത് വാഴ്ത്തപ്പെട്ടവനായ കർത്താവാണ്. ഹല്ലേലൂയ. അവൻ ശലോമോന്റെ ശ്രേഷ്ഠമായ രാജത്വത്തെക്കാൾ വലിയവനാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 16-ാം വാക്യം നിങ്ങൾ വായിക്കണ്ട. അവിടെ അവൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതല്ല, അവിടെ അവൻ രാജാക്കന്മാരുടെ രാജാവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു. ഹല്ലേലൂയ. ഈ കർത്താവിനെ അറിയുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭ്യമായല്ലോ. ആ 1 രാജാക്കന്മാരുടെ പുസ്തകം 10-ാം അധ്യായം തന്നെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അസാധാരണമായ ജ്ഞാനമുള്ള ആളായിരുന്നു ആര്? ശലോമോൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ശേബാരാജ് തന്നെ പറയുന്നത്, നിന്റെ മേശയ്ക്ക് ചുറ്റും നിന്ന് നിന്റെ ജ്ഞാനത്തിന്റെ മുത്തുമൊഴികൾ കേൾക്കുവാൻ കഴിയുന്നവരാരാണ്? ഭാഗ്യശാലികളാണ് എന്നാണ് പറഞ്ഞതെങ്കിൽ നമ്മുടെ കർത്താവ് ആരാണെന്നറിയാമോ? ഒന്ന് വായിച്ചേ. ശലോമോന്റെ ജ്ഞാനത്തെ കുറിച്ച് നമുക്ക് നോക്കാം. സഭാപ്രസംഗി 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ച്. ഉണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചിരിക്കുന്നു. ആര് പറഞ്ഞ? ശലോമോൻ. ജ്ഞാനം എന്നിൽ നിറഞ്ഞു നിന്നുവെന്നാണ് അവൻ പറയുന്നത്. വലിയ ജ്ഞാനം. നമുക്കറിയാം, ദൈവത്തോട് അവൻ ആവശ്യപ്പെട്ടതാണത്, അല്ലേ? അവൻ രാജസ്ഥാനത്തേക്ക് വന്നപ്പോൾ അവൻ പറഞ്ഞത്, എന്റെ പിതാവിനുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ ഞാൻ ഒന്നുമില്ല, ഈ വലിയ ജനവിഭാഗത്തെ നയിക്കുവാനുള്ള ബുദ്ധി ജ്ഞാനവും ഒന്നും എനിക്കില്ല. അതുകൊണ്ട് കർത്താവേ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്ന ജ്ഞാനമാണ് എന്നവൻ പ്രാർത്ഥിച്ചു. അത് അവന് കർത്താവ് ധാരാളമായി നൽകി. എന്നാൽ ലോകത്തിൽ നിന്ന് ലഭ്യമാകുന്ന ജ്ഞാനം മാത്രമാണ് ആർക്കുണ്ടായിരുന്നത്? ശലോമോൻ ഉണ്ടായിരുന്നതെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ആരാണെന്ന് നമുക്ക് നോക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 22 മുതൽ 24 വരെ ശരിക്കും വായിക്കണേ. ആമേൻ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും ദൈവജ്ഞാനവുമായ ക്രിസ്തു. ക്രിസ്തു എവിടെ നിന്നെങ്കിലും പുസ്തകങ്ങളിൽ നിന്ന് ജ്ഞാനം നേടിയതല്ല, മറിച്ച് യേശു ആരാ? അവൻ ജ്ഞാനമാണ്. ഇപ്പൊ ലോകത്ത് നമുക്ക് എന്തെല്ലാം അറിവുകൾ ഏതൊക്കെ ശാസ്ത്രജ്ഞന്മാർ എവിടെയൊക്കെ നേടുന്നുവോ നോക്കൂ. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗം കഴിഞ്ഞതിന് ശേഷമാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്. അപ്പോൾ എന്നാൽ ആ വികാസ പരിണാമം മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടാകേണ്ടപ്പോൾ അത് നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു ബുദ്ധി,
അവനിൽ നിക്ഷേപിച്ച, അതിന്റെ പിൻപിൽ പ്രവർത്തിച്ച ഒരു വലിയ ജ്ഞാനത്തിന്റെ കേന്ദ്രമുണ്ട്. അതാരാണെന്നറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്. ഹല്ലേലൂയ. അവൻ ലോകത്തിലെ ജ്ഞാനം പുസ്തകങ്ങളിൽ നിന്ന് നേടിയെടുത്തതല്ല, അവൻ ജ്ഞാനം തന്നെയാണ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4:6 വായിച്ചേ. യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന്. അവൻ ആരാ? അവൻ ജ്ഞാനപൂർണനാണ്. അവൻ ലോകത്തിന്റെ സർവജ്ഞാനവും അവനിലാണ് വിളങ്ങിയിരിക്കുന്നത്. എന്താ ശലോമോനും അവനും തമ്മിലുള്ള പ്രത്യേകത? നമ്മളിപ്പോൾ വായിച്ച വേദഭാഗത്തിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്: അവന്റെ മുഖത്ത് വിളങ്ങുന്ന ആ ദൈവ തേജസ്സിന്റെ ജ്ഞാനം നമ്മിലേക്ക് പകർത്തുവാൻ അവൻ പ്രാപ്തിയുള്ളവനാണ്. ശലോമോന്റെ ജ്ഞാനം അവനിൽ മാത്രം വസിച്ച് അവന്റെ കാലഘട്ടം കൊണ്ട് അവസാനിക്കുന്നതാണെങ്കിൽ, ക്രിസ്തുവിന്റെ ജ്ഞാനം അത് നിലനിൽക്കുന്ന ജ്ഞാനവും ലോകത്തിന്റെ മുഴുവൻ പരിജ്ഞാനവും സമ്പൂർണമായി അവനിൽ വിളങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം നമ്മൾ ദൈവസന്നിധിയിൽ സ്വാതന്ത്ര്യമുള്ളവരായി വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ സമയം നമ്മൾ ദൈവസന്നിധിയിൽ കൈകൾ കൊട്ടവിട്ട് ഒഴിഞ്ഞവരായി കടന്നു വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവന്റെ ജ്ഞാനം കൊണ്ട് അവൻ നമ്മെ വീണ്ടെടുത്തു എന്നുള്ളതാണ്. അവന്റെ രക്തം കൊണ്ട് അവൻ നമ്മെ വീണ്ടെടുത്തു എന്നുള്ളതാണ്. ഇവിടെ ഇതാ ശലോമോനേക്കാൾ വലിയവൻ. ഹല്ലേലൂയ. അവൻ ധനത്തിൽ, നമ്മുടെ കർത്താവ് ധനത്തിൽ ശലോമോനേക്കാൾ വലിയവനായിരുന്നു. ശലോമോൻ വലിയ ധനികനായിരുന്നു. ഒന്ന് വായിച്ച 2 ദിനവൃത്താന്തം 9-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം ഒന്ന് വായിച്ചു. ഇങ്ങനെ ശലോമോൻ രാജാവ് ഭൂമിയിലെ സകല രാജാക്കന്മാരിൽ വെച്ചും ധനം കൊണ്ടും സമ്പത്ത് കൊണ്ടും മികച്ചവൻ ആയിരുന്നു. ജ്ഞാനം മാത്രമല്ല ശലോമോൻ ഉണ്ടായിരുന്നത്, മറിച്ച് എന്തുണ്ടായിരുന്നു? സമ്പത്തും പ്രതാപങ്ങളും എല്ലാം അവനുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് അവൻ സമ്പന്നൻ ആയിരുന്നില്ല. ഈ ഭൂലോകവും അതിന്റെ നിറവും ആർക്കുള്ളതാണ്? നമ്മുടെ കർത്താവിനുള്ളതാണ്. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളുടെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നവൻ. അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മുടെ കർത്താവ് സകല സ്വർഗ മഹിമകളും വെടിഞ്ഞു. ദൈവത്തിന്റെ ഒപ്പം അവൻ ഇരിക്കുന്നു എന്നുള്ള അവന്റെ ആ ചിന്ത വെടിഞ്ഞ് അവൻ ദാസരൂപമെടുത്ത് മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തന്നെത്താൻ താഴ്ത്തി. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മെ സമ്പന്നരാക്കുവാൻ. ശലോമോൻ സമ്പന്നനായിരുന്നു, സത്യം തന്നെ. എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടയവനായിരുന്നു നമ്മുടെ കർത്താവ്. അവൻ ദാസവേഷമെടുത്തു. ഹല്ലേലൂയ. അവനൊരു മനുഷ്യനായി തീർന്നു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടവനും ത്യജിക്കപ്പെട്ടവനും അങ്ങനെ വ്യസന പാത്രമായി തീർന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എന്നെയും നിങ്ങളെയും ആത്മീകമായി സമ്പന്നരാക്കുവാൻ. മാത്രമല്ല, എന്നെയും നിങ്ങളെയും അക്ഷരീകമായി സമ്പന്നരാക്കുവാൻ നമ്മുടെ കർത്താവ് ദാസരൂപമെടുത്തു. ഹല്ലേലൂയ. ഇനി നമുക്ക് ഒരുമിച്ച് പറയുവാൻ കഴിയുമോ? ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. ഹല്ലേലൂയ. ശലോമോനേക്കാൾ വലിയവനാണ് നമ്മുടെ കർത്താവ്. യോനയേക്കാൾ വലിയവനാണ് നമ്മുടെ കർത്താവ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചു. ഇവിടെ ഇതാ ദൈവാലയത്തെക്കാൾ വലിയവൻ. ഹല്ലേലൂയ. ദൈവാലയ വാസ്തവത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എവിടെയാ ദൈവാലയം? എവിടെയാ ദൈവാലയം? ഒന്ന് വായിച്ച പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 47 മുതലുള്ള വാക്യങ്ങൾ. ആ ദേവാലയം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാവിന്റെ ഭാഗമാണ്. ആ ദേവാലയം അവരെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ കഴിയാത്ത കാര്യമാണ്. ആ ദേവാലയത്തിന് അവർ അസാധാരണമായ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ദേവാലയം തീർച്ചയായും ശ്രേഷ്ഠമായ കാര്യം തന്നെയാണ്. ദേവാലയത്തിന് അതിൻ്റെതായ പ്രാധാന്യം എല്ലാം ഉണ്ട്. എന്നാൽ നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ ഒന്ന് വായിച്ച പനേത് ശലോമോൻ അവനൊരു ആലയം പണിതു. അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും.
സ്വർഗ്ഗം എനിക്ക് സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം എന്റെ വിശ്രാമ സ്ഥലവും ഏത്? നോക്കൂ, നമ്മൾ കൈപ്പണിയായി നിർമ്മിക്കുന്ന ഒരാലയത്തിലും ആരെഴുന്നള്ളി വസിക്കുന്നില്ല. സർവശക്തനായ ദൈവം വസിക്കുന്നില്ല. ഇപ്പൊ പഴയ നിയമകാലത്ത് തന്റെ പ്രതാപ മാഹാത്മ്യത്തിൽ ദാവീദ് ഒരുക്കി വെച്ചതിന്റെ അനന്തരമായി ശലോമോൻ അതിമനോഹരമായ ദേവാലയം പണിതാലും വേദപുസ്തകം നമ്മളോട് പറയുന്നത് എന്താ? പഴയ നിയമകാലമായാലും പുതിയ നിയമകാലമായാലും ഒരു ദേവാലയത്തിൽ ദൈവത്തെ ഒതുക്കുവാൻ സാധ്യമല്ല. എന്താ കാര്യമെന്നറിയാമോ? ഇവൻ ദേവാലയത്തെക്കാൾ വലിയവനാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്, നമ്മുടെ ആരാധനാമൂർത്തിയായിരിക്കുന്ന കർത്താവ്, അവൻ ദേവാലയത്തെക്കാൾ വലിയവനാണ്. എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ അധിവസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഇന്ന് രാവിലെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന നീ ഒരു ദേവാലയമാണ്. നിന്റെ ഹൃദയത്തിലാണ് എന്റെ കർത്താവ് എഴുന്നള്ളി വസിക്കുന്നത്. നിന്റെ ഹൃദയത്തിൽ ആ ദൈവമുണ്ടെങ്കിൽ നിനക്ക് നിർവിചാരിയായി ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ സാധ്യമല്ല. നിനക്ക് അലക്ഷ്യമായി ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ സാധ്യമല്ല. അവനെ ആരാധിക്കാതിരിക്കുവാൻ സാധ്യമല്ല. ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയത്തിൽ കർത്താവ് എഴുന്നള്ളി വസിക്കുന്നുവെങ്കിൽ നിന്റെ ആരാധനയിൽ അത് വെളിപ്പെടുവാൻ ഇടയാകണം. നിന്റെ ധ്യാനത്തിൽ അത് വെളിപ്പെടുവാൻ ഇടയാകണം. നിന്റെ പ്രാർത്ഥനയിൽ അത് വെളിപ്പെടുവാൻ ഇടയാകണം. ദേവാലയത്തെക്കാൾ വലിയവനായവൻ ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയത്തിൽ വാഴുന്നതോർത്ത് നീ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ കടപ്പെട്ടവനാണ്. ഹല്ലേലൂയ! ഇവിടെ ഇതാ ദേവാലയത്തെക്കാൾ വലിയവൻ നമ്മുടെ കർത്താവ് ശലോമോനേക്കാൾ വലിയവനാണ്. ശലോമോൻ നിർമ്മിച്ച ഏറ്റവും വലിയ ദേവാലയത്തെക്കാൾ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ശലോമോൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ മരിച്ചു. ശലോമോന്റെ ഹൃദയം അവന്റെ ജീവിത സായാഹ്നത്തിൽ ഏകാഗ്രമായിരുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നു. നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭാര്യമാർ വെപ്പാട്ടിമാരുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഏതൊക്കെ പ്രതാപശാലിയായിരുന്നാലും, എത്രയധികം സമ്പത്ത് സ്വരുക്കൂട്ടിയാലും, എത്ര വലിയ ജ്ഞാനത്തിന്റെ ഉടമയായിരുന്നാലും അവൻ മൺമറയുന്ന മനുഷ്യനായിരുന്നെങ്കിൽ, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച് മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞ് നമുക്ക് നിത്യജീവൻ വാഗ്ദത്തം ചെയ്ത യേശു ശലോമോനേക്കാൾ വലിയവനാണ്. രാവിലെ സമയം നമുക്ക് ഒരുമിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയാം, ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുകയും. എന്റെ ഹൃദയം ഇന്ന് രാവിലെ സമയം നന്ദിയാൽ നിറയുകയാണ്. എന്റെ ഹൃദയം ഇന്ന് രാവിലെ സമയം സന്തോഷത്താൽ നിറയുകയാണ്. ഈ വലിയ കർത്താവിനെ സ്വന്തം മകനെ പോലെ കടന്നു വന്ന് ആരാധിപ്പാൻ, പ്രാകാരത്തിൽ കാഴ്ചക്കാരനായി നിൽക്കുന്നവനല്ല, കൃപാസനത്തോളം അടുത്തു വന്ന് അവനെ അപ്പാ പിതാവേ എന്ന് വിളിപ്പാനുള്ള പുത്രത്വത്തിന്റെ അവകാശം എന്റെ കർത്താവ് എനിക്ക് നൽകി തന്നതോർത്ത് ഇന്ന് രാവിലെ സമയം ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ! ശമരിയക്കാരി സ്ത്രീ അവന്റെ മുഖത്ത് നോക്കി അവനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഈ കിണർ നിർമ്മിച്ചു നൽകി തന്ന യാക്കോബിനേക്കാൾ നീ വലിയവനാണോ? യേശുവിന്റെ മറുപടി, ഈ കിണറ്റിൽ നിന്ന് കുടിക്കുന്നവനെല്ലാം പിന്നെയും പിന്നെയും ദാഹിക്കും. എന്നാൽ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വരട്ടെ, എന്നെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നതിന് പ്രകാരം ജീവജലത്തിന് നദികൾ ഒഴുകുന്നവൻ വിളിച്ചു പറഞ്ഞെങ്കിൽ നിനക്കിനി ഒരിക്കലും ദാഹിക്കാതെ വണ്ണം നിറയ്ക്കുവാൻ കഴിയുന്ന ആ വലിയ കിണറിന്റെ ഉടമയുടെ അടുക്കലാണ് ഇന്ന് രാവിലെ സമയം നീ വന്നിരിക്കുന്ന നോക്ക്, ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവേൻ. ഹല്ലേലൂയ! എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയപ്പെടട്ടെ.